Hi guys, this is CMA Afzal Alungal here. Before starting the video, please hit the like button. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഡിസംബർ 2024 എക്സാം നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇൻ്റർമീഡിയറ്റിന് ഫൈനലിന് ലോ പേപ്പറുകൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ് ലൈൻസ് നിങ്ങളെ ഒരു തവണ നമുക്കതൊന്ന് നോക്കാം. കാരണം നിങ്ങൾക്കത് അറിയേണ്ടതാണ്. എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഒബ്വിയസ്ലി അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ പേപ്പറിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന കുറച്ച് ജനറൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ പേപ്പറുകളിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി തിയറി പേപ്പറുകൾ എഴുതുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർ ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം തിയറിക്ക് എഴുതിയാൽ മതിയോ, അതോ പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതണം എന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അതിനുള്ള സൊല്യൂഷൻ, അതിനുള്ള മറുപടി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് വായിച്ച് പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. ഒന്ന്, അവരാദ്യം പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് എടുത്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അറിയാവുന്ന ഈസിയസ്റ്റ് പോർഷൻസ് ആദ്യം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആദ്യം, 2 പിന്നീട് 3 പിന്നീട് എന്ന ഓർഡർ ഫോളോ ചെയ്യണമെന്നില്ല. നമുക്ക് അറിയാവുന്ന, നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമ്മളോട് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ് ഈ ഒരു വേർഡിങ് ശ്രദ്ധിച്ചു നോക്കിയേ, ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു ആൻസർ fewer question correctly and fully rather than more question answered partially in each case. അവർ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും കൃത്യമായിട്ട് ചെയ്യാമെന്ന് ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലേറെ അതാണ് ഏറ്റവും നല്ലത്. സാധാരണ എല്ലാ കുട്ടികളും ചെയ്യാറുള്ളത് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യും, തൊട്ട് വെക്കും, എന്നിട്ട് അത് ഒന്നും തന്നെ ഒരു ക്വസ്റ്റ്യനും തന്നെ ഫുള്ളായിട്ട് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതിലേറെ നല്ലത് ഫ്യൂവർ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാം അറിയുമെങ്കിൽ ഒബ്വിയസ്ലി നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യും. പക്ഷെ എപ്പോഴും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്കൊരു 70%, 60% ആണ് പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ബാക്കി നമുക്ക് കൺഫ്യൂഷൻസും കുറച്ച് കോൺഫിഡൻസ് കുറവൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ അറിയുന്ന ഫ്യൂവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നത് ആദ്യം പ്രസന്റ് ചെയ്യുക, ഓർഡർ നോക്കേണ്ടതില്ല. പിന്നെ ക്വസ്റ്റ്യൻ അങ്ങനെ അറിയുന്ന ഫ്യൂവർ ക്വസ്റ്റ്യൻസ് 1, 2, 3, 4 തവണ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തുടങ്ങുക. കാരണം അതിൽ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മിസ്സായി പോകുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ ഉണ്ടാവാം. അതേപോലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതുന്നത്, പ്രാക്ടിക്കൽ പേപ്പറുകളുള്ള സബ്ജക്റ്റുകൾ, പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് തിയറി ക്വസ്റ്റ്യൻസ് ഏറ്റവും ലാസ്റ്റ് പ്രസന്റ് ചെയ്യലാണ് നല്ലത് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ നമുക്ക് തിയറി ഉണ്ടാവാറുണ്ട്, പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ തിയറി എഴുതണ്ട എന്നല്ല, അത് ഏറ്റവും ലാസ്റ്റിലേക്ക് അറ്റൻഡ് ചെയ്യുക എന്നതാണ്. അല്ലാതെ അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല. ഇതിനൊരു ലോജിക്കൽ റീസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ന്യൂമറിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലായ്പ്പോഴും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യലാണ് എന്നതാണ്. ഇനി ഇതാണ് ഇപ്പോൾ ജനറൽ ഗൈഡ് ലൈൻസിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നീട് ഒന്ന് പറഞ്ഞിട്ടുള്ളത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, അതായത് പ്രാക്ടിക്കൽ പേപ്പറുകളിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ പോലുള്ള പ്രാക്ടിക്കൽ പേപ്പറുകളിൽ വർക്കിങ്സ് കൃത്യമായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് പലപ്പോഴും നമുക്ക് അസംഷൻസും നോട്ടൊക്കെ എഴുതേണ്ടി വരും. ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്താണ് അസ്യൂം ചെയ്തത് എന്നുള്ളത് പേപ്പർ നോക്കുന്ന ആൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. അത് നിങ്ങൾ നോട്ടായിട്ട് താഴെ കൊടുത്തെങ്കിൽ മാത്രമേ, ചിലപ്പോൾ ഒരു ക്വസ്റ്റിന് തന്നെ 2 ആൻസറുകൾ 2 അസംഷൻ എടുക്കുന്നത് വഴി വരാം. ഇപ്പൊ പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, സാർ ഈ അസംഷൻ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഈ ആൻസർ കിട്ടുള്ളൂ, ഞാൻ മറ്റൊരു രീതിയിൽ അസംഷൻ എടുത്താൽ ആൻസർ മാറൂലേ? മാറും. പക്ഷെ രണ്ടും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അസംഷൻ നിങ്ങൾ എഴുതിയെങ്കിലേ പേപ്പർ നോക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആ രീതിയിൽ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് വർക്കിംഗ് നോട്ട്, അസംഷൻസ് കൃത്യമായിട്ട് കൊടുക്കുക, നോട്ടുകൾ കൃത്യമായിട്ട് കൊടുക്കുക. എവിടെയൊക്കെ നിങ്ങൾക്ക് അസംഷൻസ് എഴുതാൻ പറ്റുമോ, എവിടെയൊക്കെ നോട്ട് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ എഴുതുക. അതൊക്കെ നിങ്ങളുടെ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, പേപ്പർ എഴുതുമ്പോൾ പല സ്റ്റുഡൻസും ക്വാളിറ്റി നോക്കാറില്ല, ക്വാണ്ടിറ്റി ആണ് നോക്കാറുള്ളത്. ക്വാണ്ടിറ്റി
ക്വാണ്ടിറ്റി അല്ല നമുക്ക് വേണ്ടത്, ക്വാളിറ്റി ഇൻ പ്രസന്റേഷൻ ആണ് വേണ്ടത്. ഓവർ റൈറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 9,800 നമ്മൾ ആദ്യം എഴുതിയത്. പിന്നെ നമുക്ക് മനസ്സിലായത് 9,900 അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ തന്നെ 8 മാറ്റി 9 ആക്കാൻ നോക്കും. അങ്ങനെ ചെയ്യരുത്. ഇത് വെട്ടിയിട്ട് ഇവിടെ കൃത്യമായിട്ട് എഴുതുക. ഓവർ റൈറ്റിംഗ് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ക്ലിയർ? പിന്നെ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്ന കേസ് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഡു നോട്ട് ട്രൈ ടു ഡിസീവ് ദി വാലുവേറ്റർ. നിങ്ങൾ പേപ്പർ നോക്കുന്ന ആളെ പറ്റിക്കാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് ശ്രമിക്കരുത്. നിങ്ങളെക്കാൾ സ്മാർട്ടർ ദാൻ പേഴ്സൺസ് ആണ്, നിങ്ങളെക്കാൾ സ്മാർട്ടർ ആയിട്ടുള്ള ആളുകളാണ് പേപ്പർ നോക്കുന്നുണ്ടാവുക എന്ന ബോധം നിങ്ങൾക്ക് വേണം. അപ്പൊ അവരെ ചീറ്റ് ചെയ്യാനുള്ളത്, അതായത് ഇപ്പൊ നമ്മൾ ആൻസർ തിയറി ഒക്കെ എഴുതുമ്പോൾ ആദ്യം എഴുതിയ പാരഗ്രാഫിനെ പിന്നീട് സെന്റർ പോയിന്റിൽ എഴുതും, അതിൽ തന്നെ വേറെ മാറ്റം വരുത്തിയിട്ട് ലാസ്റ്റ് എഴുതും. അപ്പൊ നമ്മൾ പറ്റിക്കുന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യരുത്. പിന്നെ എപ്പോഴും കൃത്യമായിട്ട് പരീക്ഷ കഴിയുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് നിർത്തി വെച്ചിട്ട് ഇതുവരെ എഴുതിയ ആൻസറുകൾ ഒന്ന് ഓഡിറ്റ് ചെയ്യുന്നത് നന്നാവും. എന്തിന്? കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പറുകൾ ഇട്ടിട്ടുണ്ടോ? നമ്മൾ ഫുൾ ആൻസർ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ ആ മാർക്ക് നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഓഡിറ്റ് നിർബന്ധമാണ്. 5 മിനിറ്റ് മുമ്പ് എഴുത്ത് നിർത്തി വെച്ചിട്ട് കൃത്യമായിട്ട് എഴുതിയ ആൻസറുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടോ, ടോട്ടൽ ചെയ്തത് കറക്റ്റ് ആണോ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പറുകൾ ഇട്ടിട്ടുണ്ടോ, വർക്കിംഗ് നോട്ടുകൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് തിയറി പോർഷൻസിൽ, തിയറി ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ സജഷൻ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആൻസർ ബ്രീഫ് ആയിരിക്കണം, വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല, ഓൺ ടു ദി പോയിന്റ് എഴുതിയാൽ മതി. പേപ്പറിന്റെ എണ്ണം കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് തരൂല, എഴുതുന്നത് കറക്റ്റ് ആണെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. പിന്നെ എവിടെയൊക്കെ ലിസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ, അതായത് ബുള്ളറ്റ് പോയിന്റ്സ് എഴുതാൻ പറ്റുമോ, 1, 2, 3 എഴുതാൻ പറ്റുമോ, ABC പോയിന്റുകൾ എഴുതാൻ പറ്റുമോ, ലിസ്റ്റ് ആയിട്ട് നിങ്ങൾ എവിടെയൊക്കെ പറ്റുമോ അതെല്ലാം നിങ്ങൾ എഴുതണം. ഫോർ എക്സാമ്പിൾ, ലോയിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു പാരഗ്രാഫ് കൊടുക്കുക, എന്നിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുക, ലാസ്റ്റ് ഒരു പാരഗ്രാഫും കൊടുക്കുക. ഇത് എഴുതുന്നത് വഴി പ്രസന്റേഷൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പേപ്പർ നോക്കുന്ന ആൾക്കും പെട്ടെന്ന്, നിങ്ങൾ എപ്പോഴും പേപ്പർ വാല്യൂവറുടെ ഭാഗത്തു നിന്നാണ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ചിന്തിക്കേണ്ടത്. അയാൾക്ക് ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ ഒരുപാട് പേപ്പറുകൾ നോക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പാരഗ്രാഫ് മാത്രം, ഫുള്ള് പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ട്, ആൻസർ മുഴുവൻ ഉണ്ടാവാം, പക്ഷെ അയാൾക്കത് മുഴുവൻ വായിക്കാനുള്ള ടൈമോ ക്ഷമയോ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ അതില്ലാതിരിക്കാൻ എവിടെയൊക്കെ ലിസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക, പാരഗ്രാഫ് എഴുതുക, ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുക, പാരഗ്രാഫ് എഴുതുക എന്ന രീതിയിൽ ഫോളോ ചെയ്യാൻ. അതേപോലെ ഹെഡിങ്ങുകൾ കൃത്യമായിട്ട് കൊടുക്കുക, എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് എഴുതുക, കീവേഡുകൾ അണ്ടർലൈൻ ചെയ്യുക. ഇപ്പൊ ഞാനിപ്പോൾ ഈ PDF നിങ്ങൾക്ക് വായിച്ചു തരുമ്പോൾ പോലും ഞാൻ പലതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ചില വേർഡുകൾ റൗണ്ട് ചെയ്യുന്നുണ്ട്, ചില വേർഡുകൾ ബോക്സ് ആക്കുന്നുണ്ട്, ചിലത് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എക്സാമിനും ഉപയോഗപ്പെടുത്താം. അപ്പോൾ പേപ്പർ നോക്കുന്ന ആളുടെ ശ്രദ്ധ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത വേർഡുകളിലേക്ക് പോകും. അപ്പോൾ അതറിയാം, ഈ ആൻസറിൽ കൃത്യമായിട്ട് ആ പോയിന്റുകൾ വന്നിട്ടുണ്ട് എന്നായിട്ട് തോന്നിയാൽ തന്നെ ബാക്കി ചിലപ്പോൾ അയാൾ വായിക്കാൻ നിന്നോണമെന്നില്ല. അയാളെ നമ്മൾ ഈസി ആക്കാൻ വേണ്ടി നോക്കുകയാണ് വേണ്ടത്. പിന്നെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടേബുലർ ഫോർമാറ്റിൽ പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പാരഗ്രാഫ് എഴുതുന്നതിലേറെ ടേബുലർ ഫോർമാറ്റിൽ എഴുതിക്കുക. അതേപോലെ ലോങ് ആയിട്ട് എഴുതേണ്ട ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ഒഴിവാക്കുക, പാരഗ്രാഫ് വൈസ് തിരിക്കുക, ബുള്ളറ്റ് പോയിന്റ്സ് എഴുതുക. അതേപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ ചില ആൻസർ എഴുതുമ്പോൾ ലാസ്റ്റ് 1-2 പോയിന്റ് എഴുതാനുണ്ട്, നമുക്കറിയാം, നമുക്കത് അറിയില്ല, ആ സ്ഥലം ഇവിടെ വിടുക. പിന്നീട് പരീക്ഷ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 മിനിറ്റ് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. ആ 5 മിനിറ്റിൽ നമുക്കിത് മനസ്സിലാവും, ഇവിടെ 2 പോയിന്റ് നമ്മൾ എഴുതാനുണ്ട്, ആ സമയത്ത് ആലോചിച്ച് എഴുതാം എന്ന രീതിയിൽ. അതേപോലെ ക്വസ്റ്റ്യൻസ്, കേസ് ലോസ്, എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്ത് എഴുതുക. അപ്പൊ നമുക്ക് കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നോളജ് ഉണ്ട് എന്നുള്ളത് പേപ്പർ നോക്കുന്ന ആൾക്ക് തിയറി പേപ്പറിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അതർ ജനറൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത് നോർമലി നമ്മൾ നോർമൽ കേസിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ഇത് ജസ്റ്റ് വായിക്കാം. ഞാൻ ഈ PDF എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. ഈ PDF നിങ്ങൾ വായിക്കുന്നത് നന്നാവും.
എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെടുത്തുനിന്ന് പേപ്പർ പ്രസൻറ്റേഷൻ, ഇതാണല്ലോ നമുക്കൊരു ഡൗട്ട് ഉള്ളത്, പ്രത്യേകിച്ച് എക്സാം തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് പേപ്പർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നാളെ എക്സാമിന് നിങ്ങളിത് നിർബന്ധമായിട്ടും ഓർത്തിട്ട് എഴുതണം. ഓക്കെ, യെസ്.